എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഡീസൽ എഞ്ചിനെ പറ്റിയുള്ള പഠനമാണ്. ഡീസൽ എഞ്ചിൻ്റെ വിവിധ ഭാഗങ്ങൾ, അത് എഞ്ചിൻ്റെ ഉള്ളിൽ എന്ത് പ്രവൃത്തി ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ്. ഒരു ട്രെയിനി എഞ്ചിനെപ്പറ്റി പഠിക്കാൻ വർക്ക്ഷോപ്പിനുള്ളിൽ ട്രെയിനിയായി കയറുന്ന സമയത്ത് പ്രധാനമായും സ്റ്റാർട്ട് ചെയ്യുന്നത് എഞ്ചിൻ്റെ ഭാഗങ്ങൾ പഠിച്ചിട്ടായിരിക്കണം. ഏതെല്ലാം ഭാഗങ്ങൾ, ഇവ എന്തെല്ലാം ചെയ്യുന്നു, ഇവയുടെ കണ്ടീഷൻ കൊണ്ട് എങ്ങനെ ഒരു എഞ്ചിൻ വർക്ക് ചെയ്യുന്നു എന്നുള്ളതായിരിക്കണം ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ പറയുന്നത് എഞ്ചിൻ്റെ ഓരോ പാർട്സ് ആണ്. അത് ഓരോ സിസ്റ്റമായിട്ട് പറയുകയാണ്. ട്രാൻസ്മിഷൻ സിസ്റ്റം, കൂളിംഗ് സിസ്റ്റം, ലൂബ്രിക്കേഷൻ സിസ്റ്റം, ഫ്യൂവൽ സിസ്റ്റം, ഇലക്ട്രിക് സിസ്റ്റം. അതുപോലെ അതിനുള്ളിൽ ഈ പാർട്സ് എന്തു ചെയ്യുന്നു എന്നുള്ളത് വളരെ സിമ്പിളായി പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. നോക്കാം. പെരിഫറൻസ് എല്ലാം അടിച്ചു മാറ്റിയ ഒരു എഞ്ചിൻ്റെ പാർട്സ് പറയുകയാണെങ്കിൽ, എഞ്ചിൻ്റെ ലൂബ്രിക്കേഷൻ ഓയിലിന് വേണ്ടി ഓയിൽ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ഓയിൽ സമ്പ്, അതിന് തൊട്ട് മുകളിലായിട്ട് ക്രാങ്ക് കേസ്. ക്രാങ്ക് മീൻസ് റൊട്ടേഷൻ എന്നാണ്. ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേഷൻ ചെയ്യുന്ന സ്ഥലം എന്നാണ് ക്രാങ്ക് കേസ് ആ പാർട്ട് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അതിന് തൊട്ട് മുകളിലായിട്ട് സിലിണ്ടർ ബ്ലോക്ക്. ഈ സിലിണ്ടർ ബ്ലോക്കും ക്രാങ്ക് കേസും ഒറ്റ പീസായിട്ട് കാസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതിനെ നമുക്ക് ഒരു കാരണവശാലും ഡിസ്മാൻഡിൽ ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം അത് ഒറ്റ പീസായിട്ട് സിംഗിൾ കാസ്റ്റായിട്ട് വാർത്തെടുത്തിരിക്കുകയാണ്. അപ്പം സിലിണ്ടർ ബ്ലോക്കിൻ്റെ തൊട്ട് മുകളിലായിട്ട് എഞ്ചിൻ്റെ ഹെഡ്, എഞ്ചിൻ്റെ വാൽവ് ഓപ്പറേറ്റ് ചെയ്യുന്ന എഞ്ചിൻ കവറ്, ഇത്രയുമാണ് ഒരു എഞ്ചിൻ്റെ പുറമേ നമ്മൾ നോക്കിയാൽ കാണപ്പെടുന്നത്. ടോട്ടലായി ഒരു എഞ്ചിൻ്റെ അസംബ്ലി 14 പാർട്സുകൾ കൂടിച്ചേരുന്നതാണ്. അതായത് സിലിണ്ടർ ബ്ലോക്ക് ആൻഡ് ക്രാങ്ക് കേസ്, സിലിണ്ടർ ഹെഡ്, സമ്പ് ഓർ ഓയിൽ പാൻ, മാനിഫോൾഡ്, ഗ്യാസ്കറ്റ്, സിലിണ്ടർ പിസ്റ്റൺ, പിസ്റ്റൺ റിങ്, പിസ്റ്റൺ പിന്ന്, കണക്റ്റിംഗ് റോഡ്, ക്രാങ്ക് ഷാഫ്റ്റ്, മെയിൻ ബിയറിംഗ്, വാൽവ് ആൻഡ് വാൽവ് ഓപ്പറേറ്റിംഗ് മെക്കാനിസം, മഫ്ളർ എന്നിങ്ങനെയുള്ള 14 പാർട്സുകൾ കൂടിച്ചേരുന്നതാണ് ഒരു എഞ്ചിൻ്റെ അസംബ്ലി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനിയും ഓരോ സിസ്റ്റം എടുത്ത് അതിൻ്റെ പ്രവർത്തനം പറയാം. ആദ്യം തന്നെ ട്രാൻസ്മിഷൻ. നമുക്കറിയാം, ഒരു വാഹനത്തിന് ഇവിടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് വീൽ റൊട്ടേഷനാണ്. ഒരു വാഹനം മൂവ് ചെയ്യുന്നത് അതിൻ്റെ ചക്രങ്ങൾ കറങ്ങിയാണ്. പിസ്റ്റണിൽ കിട്ടുന്ന പവർ എങ്ങനെയാണ് വീലുകളിൽ എത്തുന്നത് എന്നതാണ് പവർ ട്രാൻസ്മിഷൻ കൊണ്ട് അർത്ഥം ആക്കുന്നത്. അപ്പോൾ അതിൽ വരുന്ന ആ മൂമെൻറ്റ്സ്, അതിനുള്ളിൽ വരുന്ന ഭാഗങ്ങളും എന്തൊക്കെ ആണെന്ന് നോക്കാം. നമുക്കറിയാം, സിലിണ്ടറിന് ഉള്ളിൽ വരുന്ന എക്സ്പ്ലോഷൻ, ആ എക്സ്പ്ലോഷൻ പിസ്റ്റണെ താഴേക്ക് മൂവ് ചെയ്യിക്കും. ആ പിസ്റ്റൺ താഴോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ക്രാങ്ക് ഷാഫ്റ്റ് കണക്റ്റിംഗ് റോഡിൻ്റെ സഹായത്താൽ റൊട്ടേഷൻ ചെയ്യും. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ റൊട്ടേഷൻ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ റിയർ എൻഡിൽ ചുറ്റുബോൾട്ടുകളാൽ ഘടിപ്പിച്ചിരിക്കുന്ന ഫ്ലൈ വീലിൽ കണക്റ്റ് ആകുന്നു. ഈ ഫ്ലൈ വീലിൻ്റെ എൻഡിലായിരിക്കും നമ്മൾ ക്ലച്ച് അസംബ്ലി ചെയ്തിട്ടുണ്ടാവുക. ക്ലച്ചിന് ശേഷം ഗിയർ ബോക്സ് കണക്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഗിയർ ബോക്സിൽ നിന്നും വരുന്ന ഔട്ട്, ആ പവർ ഒരു പ്രൊപ്പലർ ഷാഫ്റ്റ് വഴി ഡിഫറൻഷ്യലിൽ എത്തിച്ചേരും. പിന്നീട് ഡിഫറൻഷ്യലിൽ കിട്ടുന്ന ഈ പവർ 90 ഡിഗ്രിയിൽ ചേഞ്ചസ് ചെയ്ത് റിയർ ആക്സിൽ വഴി വീൽ ഹബ്ബുകളിലേക്ക് എത്തിച്ചേരുന്നു. വീൽ ഹബ്ബിലാണ് നമ്മൾ റോഡ് വീൽ, അതായത് ടയർ ഘടിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് വാഹനം മുമ്പോട്ട് മൂവ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇത്രയും പവർ, ഇത്രയും ക്ലച്ച്, ഗിയർ ബോക്സ്
പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, ഡിഫറൻഷ്യൽ, റിയർ ആക്സിൽ, റിയർ ഹബ്ബ്, റോഡ് വീൽ, ഇങ്ങനെയാണ് പവർ ടയറിൽ എത്തുന്നത്. സോ എന്തു സംഭവിച്ചു? സിലിണ്ടറിനുള്ളിൽ ഉണ്ടായ എക്സ്പ്ലോഷൻ പിസ്റ്റനെ താഴോട്ട് ചലിപ്പിച്ച് അത് ക്രാങ്ക് ഷാഫ്റ്റിനെ കറക്കി ഫ്ലൈ വീൽ വഴി, ക്ലച്ച് വഴി ഗിയർ ബോക്സിലെത്തി. അവിടെ നിന്നും പ്രൊപ്പല്ലർ ഷാഫ്റ്റ് വഴി ഡിഫറൻഷ്യലിലെത്തുന്നു. ഡിഫറൻഷ്യലിലെത്തിയ പവർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് 90 ഡിഗ്രി, അതായത് 90 ഡിഗ്രി ചേഞ്ചസ് വരുത്തി റോഡ് വീലിൽ എത്തിക്കുന്നു. ഇനി അതിൻ്റെ ക്രമപ്രകാരം പറയുകയാണെങ്കിൽ പവർ കിട്ടുന്ന പിസ്റ്റൺ, സെക്കൻഡ് എന്ന് പറയുന്നത് പിസ്റ്റൻ്റെ മൂവ്മെൻറ്റ് കൊണ്ട് റൊട്ടേറ്റ് ചെയ്യുന്ന ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ പിസ്റ്റൺ റെസിപ്രോക്കൽ മോഷൻ റോട്ടറി മോഷനായി കൺവേർട്ട് ചെയ്യുന്നു. പിന്നീട് ഫ്ലൈ വീൽ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ എൻഡിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അത് സ്പീഡ് വേരിയേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ അതിനുശേഷം ക്ലച്ച് എഞ്ചിന് ഗിയർ ബോക്സിൽ നിന്നുള്ള കണക്ഷൻ വേണ്ട സമയത്തെല്ലാം വിച്ഛേദിക്കും. അതായത് ഗിയർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ക്ലച്ച് എഞ്ചിനുമായിട്ടുള്ള കണക്ഷൻ ഗിയർ ബോക്സിൽ നിന്നും ഡിസ്കണക്റ്റ് ചെയ്യും, വിച്ഛേദിക്കും. അതുപോലെ തന്നെ ഗിയറിനെ പല വേരിയേഷനിൽ, ഏത് റോഡിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പല ടോർക്കിൽ ചേഞ്ചസ് ചെയ്ത് അത് കൺട്രോൾ ചെയ്ത് എങ്ങോട്ട് കൊടുക്കുന്നു? അത് പ്രൊപ്പല്ലർ ഷാഫ്റ്റിലേക്ക് കൊടുക്കുന്നു. പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ഈ പവറിനെ ഡിഫറൻഷ്യലിൽ എത്തിക്കുന്നു. ഡിഫറൻഷ്യൽ 90 ഡിഗ്രി ചേഞ്ചസ് വരുത്തി അത് റിയർ ആക്സിൽ വഴി റോഡ് വീലിൽ എത്തിക്കുന്നു. ഇതാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് എന്താണ് ഫ്യൂവൽ സിസ്റ്റം എന്ന് നോക്കാം. എൻജിൻ്റെ ഉള്ളിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്ന ഫ്യൂവൽ ബേൺ ചെയ്യുന്നതിൻ്റെ ഭാഗമായി അവിടെ എക്സ്പ്ലോഷൻ ഉണ്ടാകുന്നു, നമുക്കറിയാം. ആ ഫ്യൂവൽ കത്തുന്ന പവറാണ് വീലിലേക്ക് എത്തുന്നത്. സോ വാഹനത്തിന് വേണ്ടി പവർ കൊടുക്കുന്നത് ഈ ഫ്യൂവൽ കത്തുന്ന പവറാണ്. അതുകൊണ്ട് ഈ ഫ്യൂവൽ കൃത്യസമയത്ത്, അതായത് കമ്പഷൻ ഷോക്കിൻ്റെ അവസാന നിമിഷത്തിൽ ഇഞ്ചക്റ്റ് ചെയ്യാൻ വേണ്ടി എൻജിനിലെ ടൈമിംഗ് ക്രമീകരിക്കണം. അതുകൊണ്ട് ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ, ടാങ്കിനുള്ളിലെ ഡീസൽ ഫീഡ് പമ്പിലേക്ക് ഒരു ഫ്യൂവൽ പൈപ്പ് വഴി കണക്ട് ചെയ്തിരിക്കുന്നു. ഈ ടാങ്ക് ടു ഫീഡ് പമ്പ് എയർ ഉണ്ടെങ്കിൽ അത് കളയാനായി നമുക്ക് പ്രൈമറി യൂസ് ചെയ്യാം. പ്രൈം ചെയ്ത് ഫീഡ് പമ്പ് വരെയുള്ള പൈപ്പ് ലൈൻസിനുള്ളിലെ എയർ കളയുവാനായിട്ട് നമുക്ക് സാധിക്കും. ഫീഡ് പമ്പ് അതിനുശേഷം ടാങ്കിനുള്ളിലെ ഫ്യൂവൽ ഒരു ഫിൽട്ടർ വഴി FIPയിൽ എത്തിക്കുന്നു. FIP മീൻസ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ് എന്നാണ്. ഈ FIP ആണ് കൃത്യമായ ടൈമിങ്ങിൽ, അതായത് കറക്റ്റ് ടൈം, കറക്റ്റ് പ്രഷർ, ക്വാണ്ടിറ്റി എന്നുള്ള രീതിയിൽ, അതായത് അളവ്, മർദ്ദം, സമയം, ഈ 3 കാര്യങ്ങൾ ചെയ്ത് എൻജിൻ്റെ ഫയറിംഗ് ഓർഡർ അനുസരിച്ച് എൻജിൻ സിലിണ്ടറിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യിപ്പിക്കുന്നത്. അതായത് ഓരോ എൻജിനും അതിൻ്റെ സിലിണ്ടറുകളുടെ ക്രമീകരണത്തിന് അടിസ്ഥാനമാക്കിയാണ് ഫയറിംഗ് ഓർഡർ ക്രമീകരിക്കുന്നത്. അതായത് ഒരു 4 സിലിണ്ടറിനാണെങ്കിൽ 1342 രണ്ടെണ്ണമുണ്ട്, 1342 ഉണ്ട്, 1324 ഉണ്ട്. 6 സിലിണ്ടർ ആണെങ്കിൽ 153-624 എന്നാണ് ഫയറിംഗ്. അപ്പം ഫയറിംഗ് ഓർഡർ അനുസരിച്ച് കംപ്രഷൻ ഷോക്കിൻ്റെ അവസാനം ഡീസൽ ഇഞ്ചക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫയറിംഗ് ഓർഡർ കൊടുത്തിരിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ ഇനി ലൂബ്രിക്കേഷൻ സിസ്റ്റം. എന്താണ് ലൂബ്രിക്കേഷൻ സിസ്റ്റം? ലൂബ്രിക്കേഷൻ സർക്യൂട്ട് ഈസ് ദ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എൻജിൻ ടു സപ്ലൈ ടു റെഡ്യൂസ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ 2 മൂവിങ് പാർട്സ് എന്നാണ്. അതായത് നിരന്തരം ചലിക്കുന്ന 2 പാർട്സുകൾക്കിടയിലേക്ക്, ഫോർ എക്സാമ്പിൾ പിസ്റ്റൺ ആൻഡ് സിലിണ്ടർ വാൾ, ഇത് രണ്ടും നിരന്തരം ഒരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്ന 2 പാർട്സുകൾക്കിടയിലേക്ക് ലൂബ്രിക്കേറ്റിംഗ് ഓയിലിനെ കടത്തിവിട്ട് ആ പാർട്സുകൾക്കിടയിലെ കർഷണം കുറയ്ക്കുന്ന രീതിയാണ് ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൻ്റെ
പ്രധാന ഭാഗങ്ങളാണ് സ്ട്രെയിനർ, ഓയിൽ പമ്പ്, ഓയിൽ ഫിൽട്ടർ, ഓയിൽ ഗാലറി. അപ്പോൾ എൻജിൻ്റെ ലൂബ്രിക്കേഷന് ആവശ്യമായ ഓയിൽ സമ്പിലാണ് ശേഖരിച്ചു വച്ചിരിക്കുന്നത്. എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓയിൽ പമ്പിന് കാംഷാഫ്റ്റിൻ്റെ സ്ക്രൂ ഗിയറിൽ നിന്നും പവർ അല്ലെങ്കിൽ ഡ്രൈവ് സ്വീകരിച്ച് ഈ ഓയിൽ പമ്പ് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ നിരവധി ഓയിൽ പമ്പ് ഉണ്ട്. വെയിൻ പമ്പുണ്ട്, റോട്ടറി പമ്പുണ്ട്, ക്രസൻറ്റ് പമ്പുണ്ട്, അതുപോലെ ഗിയർ പമ്പുണ്ട്, അങ്ങനെ പ്ലഞ്ചർ പമ്പുണ്ട്. അതുപോലെ പലതരത്തിലുള്ള ഗിയർ പമ്പുകൾ ഇന്ന് ഓട്ടോമൊബൈലിൽ ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഗിയർ പമ്പാണ്. ഈ ഗിയർ പമ്പിന് ഡ്രൈവ് ലഭിക്കുന്നത് കാംഷാഫ്റ്റിൻ്റെ സ്ക്രൂ ഗിയറിൽ നിന്നുമാണ്. ഈ ഡ്രൈവ് സ്വീകരിക്കുന്ന ഈ പമ്പ് സമ്പിൽ കിടക്കുന്ന ഓയിലിനെ സ്ട്രെയിനർ വഴി, സ്ട്രെയിനർ മീൻസ് അരിപ്പ, സ്ട്രെയിനർ വഴി വലിച്ചെടുത്ത് ഓയിൽ പമ്പിൽ കൂടി സെക്കൻഡറി ഫിൽറ്ററായ ഓയിൽ ഫിൽറ്ററിലേക്ക് എത്തിക്കുന്നു. വലിയ മാലിന്യങ്ങൾ സ്ട്രെയിനർ അരിച്ച് ഓയിൽ സമ്പിൽ തന്നെ ഇടുന്നു. സ്ട്രെയിനറിൽ കൂടി കടന്നു വരുന്ന നേർത്ത മാലിന്യങ്ങൾ സെക്കൻഡറി ഫിൽറ്ററായ ഓയിൽ ഫിൽറ്ററിൽ അരിക്കപ്പെടുന്നു. ഈ അരിച്ച ശുദ്ധമായ ഓയിൽ നേരെ ഓയിൽ ഗാലറിയിലേക്ക് എത്തും. ഓയിൽ ഗാലറി എന്ന് പറഞ്ഞാൽ എൻജിൻ്റെ ഓരോ സിലിണ്ടർ ബ്ലോക്കിനകത്തുള്ള അല്ലെങ്കിൽ ഓരോ മറ്റു പാർട്സുകൾക്കിടയിലുള്ള സൂക്ഷ്മങ്ങളാണ്. ഓയിൽ കടന്നു ചെല്ലുന്ന നിരവധി ഹോളുകളെ എല്ലാം ചേർത്ത് ഓയിൽ ഗാലറി എന്ന് പറയാം. ഈ ഓയിൽ ഗാലറിയിൽ എത്തുന്ന ഓയിൽ ശ്രദ്ധിച്ചോണം, 200 മുതൽ 400 കിലോ പാസ്കൽ പ്രഷറിലാണ് ഈ ഓയിൽ പമ്പിൽ നിന്നും പ്രഷർ ചെയ്ത് ഓയിൽ ഗാലറിയിലേക്ക് എത്തുന്ന ഈ ഓയിൽ എൻജിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ്, കണക്റ്റിംഗ് റോഡ്, പിസ്റ്റൺ റിങ്, സിലിണ്ടർ വാള്, അതുപോലെ വാൽവ് ആൻഡ് വാൽവ് ഓപ്പറേറ്റിംഗ് മെക്കാനിസം, ടൈമിംഗ് ഗിയറുകൾ, ഇങ്ങനെയുള്ള എല്ലാ പാർട്സുകളെയും ലൂബ്രിക്കേറ്റ് ചെയ്ത ശേഷം തിരിച്ച് ആ ഓയിൽ നേരെ സമ്പിൽ പതിക്കുന്നു. ഇതാണ് ഈ സംക്രമണം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നത്. വീണ്ടും ഈ ഓയിൽ സ്ട്രെയിനർ വഴി പമ്പിൽ കൂടെ കയറി ഫിൽറ്ററിലെത്തി വീണ്ടും ഓയിൽ ഗാലറിയിലെത്തുന്നു. അങ്ങനെ വീണ്ടും എൻജിൻ പാർട്സുകളെ ലൂബ്രിക്കേറ്റ് ചെയ്യുന്നു. തിരിച്ച് അത് ഓയിൽ സമ്പിൽ എത്തുന്നു. ഇതാണ് ഈ സംക്രമണം. ഇങ്ങനെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, എൻജിൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തുറന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ എൻജിൻ പാർട്സുകൾക്കിടയിലെ കർഷണം, ഫ്രിക്ഷൻ കുറയ്ക്കുന്നു. അതിനാണ് നമ്മൾ ലൂബ്രിക്കേഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നത്. മുമ്പ് പറഞ്ഞ പോലെ എൻജിൻ പാർട്സുകൾക്കിടയിലെ കർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഉപയോഗിക്കുന്നത്. SAE 30 ആണ് ഇപ്പോൾ സാധാരണയായിട്ട് എൻജിൻ ഓയിലായിട്ട് ഉപയോഗിക്കുന്നത്. സൊസൈറ്റി ഓഫ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയറിംഗ് 30 ആയ വിസ്കോസിറ്റിയുള്ള എൻജിൻ ഓയിലുകളാണ് ഇപ്പോൾ നമ്മൾ നിലവിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും എൻജിന് പ്രധാനപ്പെട്ടതാണ് കൂളിംഗ് സിസ്റ്റം. എന്താണ് കൂളിംഗ് സിസ്റ്റം? ദ ഒബ്ജക്റ്റ് ഓഫ് കൂളിംഗ് സിസ്റ്റം ഈസ് ഡിസപ്പേറ്റഡ് ദ എക്സസീവ് ഹീറ്റ് ഫ്രം ദ സിലിണ്ടർ വാൾ ആൻഡ് മെയിൻറ്റെയിൻ ടെമ്പറേച്ചർ ബിലോ സെർട്ടൈൻ ലിമിറ്റ്സ്. എന്ന് പറഞ്ഞാൽ എൻജിൻ സിലിണ്ടറിൽ ഉള്ള ചൂടിനെ ഒരു പരിധി വരെ നിലനിർത്തിക്കൊണ്ട് അധികമായിട്ടുണ്ടാകുന്ന ചൂടിനെ പുറന്തള്ളാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂളിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഇനിയും എൻജിൻ ഒരു പരിധി വരെ ചൂട്, ഒരു വർക്കിംഗ് ടെമ്പറേച്ചർ എൻജിന് വേണം. ആ പ്രവർത്തന ഊഷ്മാവ് എൻജിന് വേണം. പ്രവർത്തന ഊഷ്മാവ് ഇല്ലെങ്കിൽ എൻജിന് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ ആ പ്രവർത്തന ഊഷ്മാവിൽ കൂടുതൽ ചൂട്, എക്സസീവായിട്ടുള്ള ഹീറ്റ് എൻജിനിൽ പ്രൊഡ്യൂസ് ചെയ്യും. ആ ചൂടിനെ പുറന്തള്ളാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂളിംഗ് സിസ്റ്റം വാഹനത്തിൽ അല്ലെങ്കിൽ എൻജിനിൽ കൊടുത്തിരിക്കുന്നത്. നിലവിൽ 2 തരത്തിലുള്ള കൂളിംഗ് സിസ്റ്റം നമ്മുടെ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് എയർ കൂളിംഗ്, 2 വാട്ടർ കൂളിംഗ്. എയർ കൂളിംഗ് ഉപയോഗിക്കുന്ന എൻജിനുകൾ ഏതാ? എയർ കൂളിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്ന എൻജിനുകൾ നമ്മുടെ ജനറേറ്റർ, അതുപോലെ മോട്ടോർ സൈക്കിൾ, സ്കൂട്ടർ, അങ്ങനെയുള്ള ചെറിയ 2 സ്ട്രോക്ക് എൻജിനുകളിലൊക്കെയാണ് നമ്മൾ ഏതുപയോഗിക്കുന്നത്? ഈ എയർ കൂളിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. എന്നാൽ നേരെ മറിച്ച് 4 സ്ട്രോക്ക് എൻജിനുകളിൽ, അതുപോലെ ഹെവിയർ വെഹിക്കിൾ, ഹെവി കൊമേഴ്ഷ്യൽ വെഹിക്കിൾ, ഹെവി പാസഞ്ചർ വെഹിക്കിൾ, അതുപോലുള്ള ലൈറ്റ് മീഡിയം വെഹിക്കിൾ ഒക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് വാട്ടർ കൂൾഡ് എൻജിൻ ഉപയോഗിക്കുന്നത്. വാട്ടർ കൂൾഡ് എൻജിൻ എന്ന് പറഞ്ഞാൽ, എയർ കൂൾഡ് എൻജിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫിൻസുകളുണ്ട്. അതിൻ്റെ സിലിണ്ടർ ബ്ലോക്കിന് ചുറ്റും ഫിൻസുകളാണ് കൊടുത്തിരിക്കുന്നത്. ഫിൻസുകളിലേക്ക് എയർ തങ്ങിയാണ് ആ
സിലിണ്ടറിനുള്ള ചൂടിനെ വലിച്ചെടുക്കുന്നത്. അവിടെ കൂളിംഗ് മീഡിയം ആയിട്ട് ഉപയോഗിക്കുന്നത് എയറാണ്. എന്നാൽ വാട്ടർ കൂളിംഗ് സിസ്റ്റത്തിൽ കൂളിംഗ് മീഡിയേറ്ററായിട്ട് ഉപയോഗിക്കുന്നത് വാട്ടറാണ്. എന്താണ് വാട്ടർ കൂളിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? വാട്ടർ കൂളിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വാട്ടർ കൂൾഡ് എഞ്ചിനുടെ സിലിണ്ടറിന് ചുറ്റും വാട്ടർ ജാക്കറ്റ് ഉണ്ടായിരിക്കും. ഈ ജാക്കറ്റുകളിലൂടെ ഒഴുകുന്ന വെള്ളം സിലിണ്ടർ ഭിത്തിയിൽ നിന്നും മറ്റ് ചൂടായ എഞ്ചിൻ ഭാഗങ്ങളിൽ നിന്നും താപം ആഗീകരണം ചെയ്യുന്നു. ഈ ആഗീകരണം ചെയ്തിട്ട് ഈ ചൂടുവെള്ളം റേഡിയേറ്ററിലേക്കാണ് എത്തുന്നത്. അതായത് ഈ വാട്ടർ ജാക്കറ്റിൻ്റെ അല്ലെങ്കിൽ ഈ വാട്ടർ കൂളിംഗ് സിസ്റ്റത്തിൽ പ്രധാനമായിട്ടും 4-5 പാർട്സുകളുണ്ട്. 1 റേഡിയേറ്റർ, 2 പ്രഷർ ക്യാപ്പ് ആൻഡ് എക്സ്പാൻഷൻ റിസർവർ, 3 തെർമോസ്റ്റാറ്റ്, 4 വാട്ടർ പമ്പ്, 5 കൂളിംഗ് ഫാൻ. ഇത്രയും ഘടകങ്ങൾ ചേരുന്നതാണ്, ഇത്രയും പാർട്സുകൾ ചെയ്യുന്നതാണ് ഒരു കൂളിംഗ് സിസ്റ്റം. അതായത് ആദ്യം നമുക്ക് റേഡിയേറ്റർ എന്താണെന്നൊന്ന് നോക്കാം. റേഡിയേറ്റർ എന്ന് പറഞ്ഞാൽ എഞ്ചിനിൽ നിന്നും വരുന്ന ചൂടുവെള്ളത്തെ അന്തരീക്ഷ വായുവുമായി പ്രവർത്തിപ്പിച്ച് തണുപ്പിക്കുക എന്നുള്ളതാണ് റേഡിയേറ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം. ഇതിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് അപ്പർ ടാങ്ക്, കോർ, ലോവർ ടാങ്ക് എന്നിവ. ഈ കോർ എന്ന് പറഞ്ഞാൽ അപ്പർ ടാങ്കിനെയും ലോവർ ടാങ്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചെറിയ പൈപ്പുകളെയാണ്. തിൻ ഷീറ്റായിരിക്കും, അതിൻ്റെ മെറ്റീരിയൽ വളരെ തിന്നായിരിക്കും. അതാണ് കോർ എന്ന് പറയുന്നത്. അതുപോലെ അപ്പർ ടാങ്കിനെയും ലോവർ ടാങ്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ കോർ വളരെ ചൂടിനെ പെട്ടെന്ന് ആഗിരണം ചെയ്യാൻ കഴിവുള്ള മെറ്റീരിയൽ കൊണ്ടായിരിക്കണം നിർമ്മിക്കുന്നത്. അപ്പർ ടാങ്കിൻ്റെ ഓവർഫ്ലോ പൈപ്പ് ഘടിപ്പിച്ചിരിക്കും. അപ്പർ ടാങ്കിൽ ഒരു ഓവർഫ്ലോ പൈപ്പ് കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ എക്സസ് ആകുന്ന വെള്ളം എക്സ്പാൻഷൻ റിസർവർ എന്ന് പറയുന്ന ഒരു ജാറിലേക്ക് പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന അതിലേക്ക് വെള്ളം പോയി അന്തരീക്ഷത്തിലേക്ക് വെറുതെ കൂളൻ്റ് വേസ്റ്റ് ആകാതെ എക്സ്പാൻഷൻ റിസർവറിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഓവർഫ്ലോ ട്യൂബ് ഈ റേഡിയേറ്ററിൻ്റെ അപ്പർ ടാങ്കിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ റേഡിയേറ്ററിൻ്റെ ഏറ്റവും ടോപ്പിൽ ഫില്ലർ നെക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കൂളൻ്റ് ഒക്കെ വെളിയിൽ പോകാതിരിക്കാൻ വേണ്ടി ഒരു ഫില്ലർ നെക്ക് കൊടുത്തിട്ടുണ്ട്. ഫില്ലർ നെക്ക് അതുപോലെ ഫില്ലർ ക്യാപ്പും കൊടുത്തിട്ടുണ്ട്. ഫില്ലർ ക്യാപ്പാണ് ഏറ്റവും മുകളിൽ അടച്ചു വെക്കുന്നത്. ഫില്ലർ നെക്ക് എന്ന് പറഞ്ഞാൽ റേഡിയേറ്ററിൻ്റെ അപ്പർ ടാങ്കിൻ്റെ നെക്ക്, അതിൻ്റെ കഴുത്തായിട്ട് വരും, കഴുത്ത് എന്ന് പറയും. അതാണ് ഫില്ലർ നെക്ക്. അതിൻ്റെ മുകളിലാണ് ഫില്ലർ ക്യാപ്പ്. അതുപോലെ തന്നെ താഴേക്ക് വന്നാൽ അതിൻ്റെ ലോവർ ടാങ്കിൽ ഒരു ഡ്രെയിൻ പ്ലഗ് കൊടുത്തിട്ടുണ്ട്. ഈ ഡ്രെയിൻ പ്ലഗ് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ കൂളൻ്റ് ഒഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും മാലിന്യം കൂളൻ്റിൽ ഉണ്ടെങ്കിൽ ശുദ്ധീകരിച്ചത് മാത്രമേ റേഡിയേറ്ററിൽ ഒഴിക്കാൻ പാടുള്ളൂ. അഥവാ ഇൻ കേസ് എന്തെങ്കിലും മാലിന്യങ്ങൾ ഈ കൂളൻ്റിൽ ഉണ്ടായാൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റേഡിയേറ്ററിൻ്റെ ലോവർ ടാങ്കിൽ ഡ്രെയിൻ പ്ലഗുകൾ കൊടുത്തത്. അതുപോലെ റേഡിയേറ്റർ ഫ്ലഷ് ചെയ്യുന്ന സമയത്തും നമ്മൾ ഈ ഡ്രെയിൻ പ്ലഗ് അഴിച്ചിട്ടാണ് മുകളിൽ നിന്ന് പ്രഷർ വെള്ളം കൊടുത്ത് ഈ റേഡിയേറ്റർ ഫ്ലഷിങ് നടത്തുന്നത്. അപ്പോൾ അതുപോലെ ഈ കോറുകൾക്കിടയിൽ മുമ്പ് പറഞ്ഞ പോലെ അപ്പർ ടാങ്കിനെയും ലോവർ ടാങ്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോറുണ്ട്. ഈ കോറുകൾക്കിടയിലാണ് നമ്മൾ ഫിൻസുകൾ കൊടുത്തത്, തിൻ ഷീറ്റ് ഫിൻസുകൾ കൊടുത്തത്. എയർ കയറി ഇറങ്ങി ഇതിൻ്റെ സർഫേസ് ഏരിയ, പ്രതല വിസ്തീർണം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റേഡിയേറ്ററിലെ ഫിൻസുകൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയുള്ളതാണ്, പെട്ടെന്ന് പറയാം, അതുപോലെ തന്നെയാണ് ഈ കൂളൻ്റ് പമ്പ്. ഈ കൂളൻ്റ് പമ്പ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ്ഡ് സർക്കുലേഷൻ സിസ്റ്റത്തിലാണ് കൂളൻ്റ് പമ്പിൻ്റെ ആവശ്യം. ഈ കൂളൻ്റ് പമ്പിൻ്റെ പ്രധാന പാർട്സുകളാണ് സ്ക്രൂ റോൾ ഇൻവലൂട്ട്, കേസിങ്, ഇൻലെറ്റ് പോർട്ട്, ഔട്ട്ലെറ്റ്, സ്പിൻഡിൽ, ഇമ്പലർ. ഇതാണ് ഇതിൻ്റെ പ്രധാന. അതായത് റേഡിയേറ്ററിൽ നിന്നും ഈ വരുന്ന തണുത്ത വെള്ളത്തെ, അതായത് റേഡിയേറ്ററിൻ്റെ അപ്പർ ടാങ്കിലെ വെള്ളം എപ്പോഴും ചൂടുവെള്ളവും ലോവർ ടാങ്കിലെ വെള്ളം എപ്പോഴും തണുത്ത വെള്ളവുമായിരിക്കും. ഈ തണുത്ത വെള്ളം എഞ്ചിനിലേക്ക് പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഉപയോഗിക്കുന്നത് കൂളൻ്റ് പമ്പ്. പണ്ട് ഈ പമ്പില്ലായിരുന്നു. പണ്ട് 1940 കാലഘട്ടങ്ങളിൽ തെർമോസൈഫൺ സിസ്റ്റമാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ ഉപയോഗിക്കുന്നത് പമ്പ് സർക്കുലേഷൻ സിസ്റ്റമാണ്. നമ്മുടെ വാഹനങ്ങളിലെല്ലാം ഉപയോഗിക്കുന്നത് പമ്പ് സർക്കുലേഷൻ. അതിനാണ് വാട്ടർ പമ്പ് ക്രമീകരിച്ചത്. ഈ വാട്ടർ പമ്പിന് ഡ്രൈവ് കിട്ടുന്നതാണ്. വാട്ടർ പമ്പിന് ഡ്രൈവ് കിട്ടുന്നത് എൻജിൻ ഫാനിൽ നിന്നുമാണ്. ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്നും എൻജിൻ ഫാൻ ബെൽറ്റിൽ നിന്നുമാണ് നമ്മുടെ ഈ വാട്ടർ പമ്പിന് ഡ്രൈവ് കിട്ടുന്നത്. എൻജിൻ പ്രവർത്തിക്കുമ്പോൾ ഫാൻ ബെൽറ്റിൽ നിന്ന് ഡ്രൈവ് സ്വീകരിച്ച് വാട്ടർ പമ്പിൻ്റെ ഇമ്പലർ കറങ്ങും. പുള്ളിയുമായി ഘടിപ്പിച്ചിരിക്കുന്നു. ആ പുള്ളി കറങ്ങുമ്പോൾ വാട്ടർ പമ്പിൻ്റെ ഇമ്പലർ കറങ്ങും. അങ്ങനെ ഇല്ലറ്റിൽ നിന്നും വെള്ളം ഔട്ട്ലെറ്റിലേക്ക് പോകും. ഇല്ലറ്റ് ഘടിപ്പിച്ചിരിക്കുന്നത് ലോവർ ടാങ്കുമായിട്ടും ഔട്ട്ലെറ്റ് ഘടിപ്പിച്ചിരിക്കുന്നത് ഇതിൻ്റെ ബ്ലോക്കുമായിട്ടുമായിരിക്കും ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ കൂളൻ്റ് പമ്പ് കൊടുത്തിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ തെർമോസ്റ്റാറ്റ്.
തെർമോസ്റ്റാറ്റ് എന്തിനാണെന്ന് ചോദിച്ചാൽ എഞ്ചിൻ ഒരു പരിധിയിൽ കൂടുതൽ തണുക്കുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തെർമോസ്റ്റാറ്റ് വാൽവ് ഉപയോഗിക്കുന്നത്. മാത്രമല്ല എഞ്ചിൻ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ എഞ്ചിൻ്റെ ഊഷ്മാവ് വളരെ വേഗത്തിൽ അതിൻ്റെ പ്രവർത്തന ഊഷ്മാവിലെത്താൻ, അതായത് 80 ഡിഗ്രി മുതൽ 100 ഡിഗ്രി സെൽഷ്യസ് വരെ ആകാൻ സഹായിക്കും. അതിനാണ് തെർമോസ്റ്റാറ്റ് വാൽവിലൂടെ പെട്ടെന്നത് അതിൻ്റെ വർക്കിംഗ് ടെമ്പറേച്ചർ നിലനിർത്തും. അങ്ങനെ വർക്കിംഗ് ടെമ്പറേച്ചർ നിലനിർത്തിയാൽ പെട്ടെന്ന് എഞ്ചിനതിന് പ്രവർത്തിക്കാനുള്ള ആ ഒരു എഫിഷ്യൻസി കിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ 2 തരത്തിലുള്ള തെർമോസ്റ്റാറ്റ് വാൽവുകളുണ്ട്. ബെല്ലോസ് ടൈപ്പും ഉണ്ട്, വാക്സ് ടൈപ്പും ഉണ്ട്. പണ്ട് കാലങ്ങളിലാണ് വാക്സ് ടൈപ്പ് തെർമോസ്റ്റാറ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ബെല്ലോസ് ടൈപ്പ് തെർമോസ്റ്റാറ്റാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ബെല്ലോസ് ടൈപ്പാണ് നമ്മുടെ അതിനകത്ത് വൊളൈറ്റിൽ ചൂടാകുമ്പോൾ വികസിക്കാൻ കഴിവുള്ള വൊളൈറ്റിൽ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ അതുപോലെ അസറ്റോൺ, ആൽക്കഹോൾ തുടങ്ങിയ വൊളൈറ്റിൽ ലിക്വിഡ് ദ്രാവകങ്ങൾ അതിനകത്ത് നിറച്ചിട്ടുണ്ട്. വെള്ളം ചൂടാകുമ്പോൾ ഈ വൊളൈറ്റിൽ ലിക്വിഡ് ഈ വാൽവിനെ തുറന്ന് വെള്ളത്തിനെ കടത്തിവിടാൻ സഹായിക്കുന്നു. അതാണ് ഈ ബെല്ലോസ് ടൈപ്പ് തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് കൂളിംഗ് ഫാൻ. കൂളിംഗ് ഫാൻ എന്ന് പറഞ്ഞാൽ റേഡിയേറ്റർ കോറിലൂടെ ഒഴുകുന്ന ചൂടായ കൂളൻറ്റിനെ തണുപ്പിക്കാനാണ് നമ്മളെപ്പോഴും ഫാൻ ഉപയോഗിക്കുന്നത്. റേഡിയേറ്ററിന് പിന്നിലായിട്ടാണ് എപ്പോഴും വാട്ടർ പമ്പ് ഫുള്ളിയിലാണ് ഫാൻ നമ്മൾ ഘടിപ്പിക്കുന്നത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം. റേഡിയേറ്റർ കോറിലുണ്ടാകുന്ന വായു പ്രവാഹത്തിൻ്റെ വേഗത കൂടിയാണ് കൂളിംഗ് ഫാൻ വേഗത കൊടുക്കുക. അതായത് നമ്മൾ ശ്രദ്ധിക്കുക, എപ്പോഴും കൂളിംഗ് ഫാൻ്റെ അതായത് എൻജിൻ ഫാൻ്റെ കാറ്റ് എപ്പോഴും കറക്റ്റായിട്ട് അടിക്കുന്നത് എൻജിനിലോട്ടായിരിക്കും, അല്ലാതെ റേഡിയേറ്ററിലോട്ടല്ല. പക്ഷെങ്കിൽ മറ്റൊരു കാര്യമുണ്ട്, അത് എൻജിനിലേക്ക് ആ എൻജിനിൻ്റെ പുറത്തുള്ള വായുവിനെ സക്ക് ചെയ്താണ് ഈ എയറിനെ സക്ക് ചെയ്ത് എൻജിനിലേക്ക് കടത്തിവിടുകയാണ്. അപ്പം റേഡിയേറ്ററും തണുപ്പിക്കും, അതുപോലെ തന്നെ എൻജിനും തണുപ്പിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം അങ്ങനെയാണ് കൂളിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ് കൂളിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്? എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വാട്ടർ പമ്പ് ഇറങ്ങുന്നു. വാട്ടർ പമ്പ് റേഡിയേറ്ററിലെ റേഡിയേറ്ററിലെ തണുത്ത വെള്ളത്തെ പമ്പ് ചെയ്ത് സിലിണ്ടർ ബ്ലോക്കിലേക്ക് വിടുന്നു. ആ ബ്ലോക്കിൽ നിന്നും ചൂടുവെള്ളം ബ്ലോക്കിലെ ബ്ലോക്കിൻ്റെ ചുറ്റും കിടക്കുന്ന ആ പിസ്റ്റനെ തണുപ്പിച്ചിട്ട് ചൂടുവെള്ളം നേരെ സിലിണ്ടർ ഹെഡിൽ ചെല്ലുന്നു. ഹെഡിൽ ചെല്ലുന്ന വെള്ളം ചൂടുവെള്ളമായിരിക്കും. ആ ഹെഡിൽ കൂടി ആ ചൂടുവെള്ളം നേരെ റേഡിയേറ്ററിൻ്റെ അപ്പർ ടാങ്കിലേക്ക് ചെല്ലും. അപ്പർ ടാങ്കിൽ നിന്നും ആ ചൂടുവെള്ളം ലോവർ ടാങ്കിലേക്ക് എത്തുന്ന സമയത്ത് കോറ് വഴിയാണ് എത്തുന്നത്. ആ എത്തുന്ന സമയത്ത് അന്തരീക്ഷവായുമായി പ്രവർത്തിച്ച് റേഡിയേറ്ററിലേക്ക് കാറ്റടിക്കുന്നു. അതുപോലെ എൻജിൻ ഫാൻ സക്ക് ചെയ്യുന്നു. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ പെട്ടെന്ന് വെള്ളം തണുക്കുന്നു. തണുത്ത വെള്ളം വീണ്ടും റേഡിയേറ്ററിൻ്റെ ലോവർ ടാങ്കിലേക്ക് പോകുന്നു. ലോവർ ടാങ്കിൽ നിന്ന് വെള്ളം വാട്ടർ പമ്പ് ചെയ്ത് എൻജിൻ സിലിണ്ടറിലേക്ക് വിടുന്നു. ഈ സംക്രമണം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേ ഇരിക്കുന്നു. അങ്ങനെയാണ് ഒരു എൻജിൻ്റെ കൂളിംഗ് സിസ്റ്റം നടക്കുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങൾ ഇരുന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുക. ശേഷം അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ നമുക്ക് ഈ ഓൺലൈൻ ക്ലാസ്സിൽ നമുക്ക് അടുത്ത ദിവസം കൂടുതൽ കാര്യങ്ങൾ പറയാം.